MCA മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ഗൾഫിലെ ആക്രമണങ്ങളെക്കുറിച്ച് പറയുന്നു, പക്ഷേ ഇറാനിലും ഇസ്രായേലും ഇപ്പോഴും പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിൽ എന്തെങ്കിലും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് നിലവിലുണ്ടായിട്ടുള്ളത്? ഹരിഗോവിന്ദ്, എല്ലാ യുദ്ധത്തിൻ്റെയും ബാക്കിപത്രം എന്താണ് ഓരോ യുദ്ധത്തിലും നടക്കുന്നത്, അതിൻ്റെ അതേ നേർപ്പകർപ്പുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ലെബനാനിലാവട്ടെ മറ്റ് രാജ്യങ്ങളിലാവട്ടെ അതിസങ്കീർണമായിട്ടുള്ള മാനുഷിക പ്രതിസന്ധിയാണുള്ളത്. 6 ലക്ഷത്തിലധികം പേരാണ് ഈ ലെബനാനിൽ നിന്ന് മാത്രം ഇപ്പോൾ അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത്. ഇറാന്റെ വിവിധ മേഖലകളിൽ 32 പ്രവിശ്യകൾക്ക് നേരെയും ആക്രമണം അമേരിക്കയും ഇസ്രായേലും നടക്കുമ്പോൾ അവിടെയും പിടഞ്ഞു മരിക്കുന്നത് ഒരുപാട് സാധാരണ മനുഷ്യരാണ്. നിരവധി പേർക്ക്, ആയിരങ്ങൾക്ക് പരിക്കേറ്റ ഒരു സാഹചര്യവും വിവിധ പ്രവിശ്യകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് നേർക്കുള്ള ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ആക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യരാണ്. ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് തങ്ങൾ സാധാരണ മനുഷ്യർ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയില്ല, അമേരിക്കക്കാരായാൽ പോലും അവർക്കെതിരെ ആക്രമണം, സാധാരണ മനുഷ്യർ സിവിലിയൻ സമൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ ഇതിന്റെ ഇരകളായി മാറുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അതിന് പരിധികളോ മറ്റും ഒന്നും വ്യത്യാസമില്ല. പല രാജ്യങ്ങളിലും അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത് തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. ഹരിഗോവിന്ദ്, ശരി, ഗൾഫിൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന്. MCA നാസറാണ് വിവരങ്ങൾ നൽകിയത്.